കാണാം. അപ്പോൾ വേറൊരു വേഷവിധാനത്തിലാണ് എല്ലാവരും കാണാം. പിന്നിപ്പോൾ എനിക്ക് നല്ല സുഖമുണ്ട് ഇങ്ങനെ നിങ്ങളെ കാണുമ്പോൾ. കാരണം സാധാരണ ആയിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ ഞാനും ഫ്രീ ആണ്. പക്ഷെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ലൈവ് ഓർക്കസ്ട്രയും അതിൻ്റെ ചില ടെൻഷനൊക്കെ ആയിട്ട് അങ്ങനെ ഒരു പ്രത്യേക മൂഡിലായിരിക്കും ഡാൻസ് പ്രോഗ്രാമിൽ ഉണ്ടാവുക. കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ ഇതിന്റെ ഈ വർഷം മഹാദേവ ക്ഷേത്രത്തിലും അതിന് തൊട്ടു മുന്നത്തെ വർഷം ഗണപതി ക്ഷേത്രത്തിലും നൃത്തം ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടായി. ഇനിയും തുടർന്നും അങ്ങനെ തന്നെ ഭഗവാന്റെ മുന്നിൽ പെർഫോം ചെയ്യണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. ഇവിടെ എന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടി ക്ഷണിച്ചത് അജിതേട്ടനാണ്. അജിതേട്ടൻ തന്നെയായിരുന്നു ഞാൻ ഈ അമ്പലത്തിൽ നടത്തിയ ഡാൻസ് പ്രോഗ്രാമിന്റെ സ്പോൺസർഷിപ്പും വിനായക ഗ്രൂപ്പായിരുന്നു. പിന്നെ എനിക്ക് പേഴ്സണലി അദ്ദേഹത്തിനോട് ഉള്ള ഒരു സ്നേഹവും കടപ്പാടും ഒക്കെ കൊണ്ടാണ് ഇന്നത്തെ ദിവസം ശരിക്കും ഇങ്ങനെ വരാൻ വളരെ ഈസി ആയിട്ട് ഇതുവരെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ളൊരു ദിവസമായിരുന്നില്ല. പക്ഷെ ചില മനുഷ്യരുണ്ടല്ലോ, ചില വ്യക്തിത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണെങ്കിലും വലിയൊരു പ്രഭാവം നമ്മുടെ ജീവിതത്തിൽ അവർക്ക് വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും. അത്തരത്തിലൊരു മനുഷ്യനാണ് അജിതേട്ടൻ എന്ന് പറയാതെ വയ്യ. കാരണം സംസാരിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ മനസ്സിൽ നമ്മുടെ സഹോദര തുല്യനായിട്ടുള്ള ഒരു സ്ഥാനം അദ്ദേഹം നേടിയെടുത്തു കഴിയും. അപ്പൊ അതുകൊണ്ട് ചില കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ നമുക്ക് നോന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയെങ്കിലും അതിനൊരു സമയം ഉണ്ടാക്കി നമ്മൾ എത്തും. അതൊരു ആൾക്കാരുടെ പ്രത്യേകതയാണ്. ഈ കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എനിക്ക് തോന്നുന്നു വലിയൊരു ഗിഫ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. കാരണം ഇത്രയധികം ആർട്ടിസ്റ്റുകളെ ഒരുമിച്ച് ഒരു ഉത്സവത്തിന് ഏതെങ്കിലും ഒരു നാട്ടിൽ എത്തിയിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഉത്സവത്തിന്റെ പേജുകൾ ഇങ്ങനെ മറിച്ച് നോക്കുകയായിരുന്നു. മലയാള സിനിമയിലുള്ള എല്ലാ ആൾക്കാരും എത്തിക്കഴിഞ്ഞു. ഒരു മെഗാ ഷോയ്ക്കൊക്കെ പങ്കെടുക്കുന്ന പോലുള്ള നടീ നടന്മാരിവിടെ എത്തിക്കഴിഞ്ഞു. അപ്പൊ അത് തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു വലിയ പ്രതിഫലിച്ചാണ്. കാരണം ഇത്രയും ആർട്ടിസ്റ്റുകളെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് അതും വളരെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഡേയ്സിൽ എല്ലാ 6ാം തീയതി 7ാം തീയതി അങ്ങനെ അടുത്തടുത്തുള്ള ദിവസങ്ങളിൽ ഇത്രയും ആർട്ടിസ്റ്റുകളെല്ലാവരും ഷൂട്ടുകളും തിരക്കുകളും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പൊ അത് ശരിക്കും അദ്ദേഹം ചെയ്യുന്നത് നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളോടൊക്കെ ഉള്ളൊരു സ്നേഹം കൊണ്ട് തന്നെയാണ്. അപ്പൊ അത്തരത്തിലൊരു വ്യക്തി കൊട്ടാരക്കരയ്ക്ക് ഒരു വലിയ അഭിമാനമാണ്, നേട്ടമാണ്. അതോടൊപ്പം ഇപ്പോ ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഓണർ കൂടിയിട്ടാണ് അജിതേട്ടൻ. ഇനിയും ഒരുപാട് മികച്ച സിനിമകൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. പണ്ടൊക്കെ സിനിമ പ്രൊഡക്ഷൻ ഹൗസുകളുടെ പേരിലായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഉദയ അല്ലെങ്കിൽ ബെറിലാൻഡ് അങ്ങനെ ഓരോ പ്രൊഡക്ഷൻ ഹൗസുകളുടെ പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പിന്നീട് എപ്പോഴും അത് ഒക്കെ മാറി സംവിധായകരുടെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി, നടന്മാരുടെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. വീണ്ടും നല്ല നല്ല പ്രൊഡക്ഷൻ ഹൗസസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സിനിമകളിലൂടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മലയാള സിനിമ വീണ്ടും പ്രൊഡക്ഷൻ ഹൗസസിന്റെ പേരിൽ തന്നെ അറിയപ്പെടും. അങ്ങനെ അറിയപ്പെടുമ്പോൾ വിനായക ഫിലിംസ് അതിലൊരു ഏറ്റവും മികച്ച നാമമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടുത്തെ ഈ ക്ഷേത്രത്തിന്റെ 4ാം ദിവസ മഹോത്സവത്തിന്റെ 4ാം ദിവസമാണ് ഇന്ന്. ഭക്തജനങ്ങളുടെ തിരക്കാണ്. തീർച്ചയായിട്ടും അത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾ ഓരോ മനുഷ്യർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോ ഈ അടുത്തിടയിൽ ഇപ്പൊ ജസ്റ്റ് ഞാനിങ്ങനെ വരുന്ന വഴി വായിച്ചതാണ്. അതായത് മിസൈല് നമ്മുടെ മുറ്റത്തേക്ക് വീഴാത്തിടത്തോളം കാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം വേറെ എവിടെയോ നടക്കുന്ന ഒരു പൂരമാണ്. അപ്പോ നമ്മളാരും ആ യുദ്ധത്തിന്റെ തീവ്രതയോ ഭീകരതയോ അറിയുന്നില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നേ ഉള്ളൂ. ഇന്നിവിടെ വന്ന് നമുക്ക് ദൈവത്തിനോട് പറയാൻ ഓരോരുത്തരുടെ കാര്യങ്ങളുണ്ടാവും അല്ലേ?
കുട്ടികൾക്ക് പറയാനുണ്ടാവും പരീക്ഷയ്ക്ക് റിസൾട്ട് വരാറായി, 10ാം ക്ലാസ്സിലെ റിസൾട്ട് വരാറായി, എനിക്ക് നല്ല മാർക്ക് കിട്ടണം, A+ കിട്ടണം, അത് പ്രാർത്ഥിക്കുന്നുണ്ടാവും. ജോലി ഇല്ലാത്തവർ ജോലി കിട്ടണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ വീട് വെക്കാത്തവർ വീട് വെക്കണം, വണ്ടി വേണ്ടവർ വണ്ടി വേണം. അങ്ങനെ ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോരോ കാര്യങ്ങൾ. ഇഷ്ടമുള്ളവര് തമ്മിൽ കല്യാണം കഴിക്കണം. അങ്ങനെ മൊത്തം പ്രാർത്ഥനകളുടെ പെരുമഴയാണ്. അപ്പോ അതിനിടയിൽ നമുക്ക് ഒന്ന് മാത്രം പ്രാർത്ഥിക്കാം. ഒന്നുകൂടി നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പ്രാർത്ഥിക്കുന്നതിനൊപ്പം യുദ്ധം എന്ന് പറയുന്നത് എന്നും നഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ സന്നദ്ധരായി പോകുന്ന, നമുക്ക് വേണ്ടി ജീവൻ പണയപ്പെടുത്തി മുന്നിലേക്ക് ഇറങ്ങുന്ന ആ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ഏതൊരു വാർത്താ ചാനൽ തുറന്നു വെച്ച് നമ്മൾ ആദ്യം കാണുന്നത് എന്തായിരിക്കും? പാകിസ്ഥാനെതിരെ ഇന്ത്യ എന്ത് ചെയ്തു, അല്ലെ? അതല്ല എല്ലാവരും നോക്കുന്നത്. ആണോ ഉറക്കം തോന്നിയിരിക്കുന്ന എല്ലാവരും, അല്ലേ? അപ്പോ പ്രത്യേകിച്ച് എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്ന് യാതൊരു ബോധ്യവുമില്ലാത്ത ആൾക്കാരാണ് അപ്പുറത്ത് നിൽക്കുന്ന പാകിസ്ഥാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന ഇന്ത്യക്കാർ ഒന്നൊരുമിച്ച് എന്ത് വിളിക്കണം? വന്ദേ മാതരം, വന്ദേ മാതരം. അപ്പൊ അത് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു ഇൻസ്പിറേഷൻ ആണ്. ഒന്നിച്ചൊറ്റക്കെട്ടായി നിന്ന് നമുക്ക് പോരാടണം. വിജയം സുനിശ്ചിതം. ഇന്ത്യ തന്നെയായിരിക്കും വിജയിക്കുന്നുണ്ടാവും. എല്ലാ അർത്ഥത്തിലും പീസും നമ്മുടെ സമാധാനവും ഒക്കെ നമുക്ക് നിലനിർത്താൻ കഴിയട്ടെ. ഇനി ഒരു പഹൽഗാം ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുന്നോടിയായിട്ട് ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് കലാശിക്കാതിരിക്കട്ടെ. പെട്ടെന്ന് തന്നെ ഇതൊക്കെ മാറട്ടെ. നമ്മുടെ ജീവിതം, നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതവും സമാധാനത്തിലുള്ള ഇന്ത്യയിലുള്ള ഒരു സമാധാനം നിലനിർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എടുക്കാൻ സാധിച്ചതിനുള്ള നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.